അതെ, നമ്മൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. കാരണം എന്താണെന്നല്ലേ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ പോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കൂലിപ്പണിക്കാരൻ്റെ ജീവിതകഥ പറയുന്ന ഒരു വീഡിയോയാണ് കേട്ടോ. ഇതിലുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും. അപ്പം നമ്മുടെ കഥാനായകൻ മറ്റാരുമല്ല, ഒറ്റയ്ക്ക് ഷട്ടർ ചുമന്ന് തലയിൽ വെച്ച് പുല്ലാണ് എല്ലാം എന്നും പറഞ്ഞ് പോകുന്ന ഇതേ ആൾ തന്നെയാണ് കേട്ടോ നമ്മുടെ കഥാനായകൻ. അപ്പോൾ കഥാനായകനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. അങ്ങനെ പെട്ടെന്നൊന്നും പരാജയപ്പെട്ടു പോകാനൊരു മനസ്സില്ലാത്ത, തളരാത്ത മനസ്സിനുടമയാണ് നമ്മുടെ ഈ കഥാനായകൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രവൃത്തി മേഖലകളിൽ, അതായത് ഒരുപാട് തൊഴിലിടങ്ങളിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് അതിലെല്ലാം വിജയം കൈവരിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ കഥാനായകൻ. അപ്പോൾ ഈ കഥാനായകന് ഒരുപാട് ഫീൽഡിലുള്ള വർക്കുകളെല്ലാം അറിയാം. ഇദ്ദേഹം ഇന്ന് ഈ ഒരു തൊഴിലാളിയായിട്ട് നിന്ന് ഈ ഷട്ടറൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചെറിയൊരു മുതലാളിയായിരുന്നു കേട്ടോ. അന്നൊക്കെ കുഞ്ഞോരഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ഉള്ളിൽ. അതുകൊണ്ടായിരിക്കാം ഇന്നിങ്ങനെ ഒരു തൊഴിലാളിയുടെ റോളിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത്. എങ്കിലും പുള്ളിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു മനസ്സ് കയ്യിലുണ്ട് കേട്ടോ. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് കയ്യിലുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇന്ന് ഈ ആൾ ഈ ഭൂമിയുടെ മേലിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ. കാരണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഇദ്ദേഹം കയ്യാളി വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി മേഖലകളെല്ലാം നമ്മുടെ സർക്കാർ പെട്ടെന്നൊരവസരത്തിൽ അങ്ങ് പൂട്ടിക്കെട്ടി. അന്ന് പുള്ളി നന്നായി ഒന്ന് പുകഞ്ഞു. അന്ന് ഒരുപാട് പേര് പുകഞ്ഞിട്ടുണ്ടാവും. സംഗതി മറ്റൊന്നുമല്ല, മണൽ മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തിയായിരുന്നു പുള്ളിക്ക്. അന്ന് പുള്ളിയുടെ 2 SC ലോറിയും ചുറ്റുപാടുമുള്ള പല മേഖലകളിലും പുകഞ്ഞ് കുത്തുപാളയെടുത്ത് കുട്ടിച്ചോറായി നാശകോശമായി കുത്തുപാളയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയൊക്കെ അതിജീവിച്ച് ഒരുമാതിരി കൺസെഷൻ മേഖലയിലൊക്കെ പിടിച്ചു പറ്റി ഇങ്ങനെ തട്ടിയും മുട്ടിയും വന്നുകൊണ്ടിരിക്കവെയായിരുന്നു ആകസ്മികമായിട്ട്, അതും പുള്ളിയുടെ കഷ്ടകാല സമയമെന്ന് പറയട്ടെ, പുകഞ്ഞു. ആ പുകച്ചിലിന് മീതെ സാമ്പത്തികമായിട്ട് പരാജയത്തിലായപ്പോഴത്തേനും പുള്ളിയുടെ കുടുംബജീവിതവും പുകഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പുകച്ചിലുകളോട് പുകച്ചിലുകൾ ഏറ്റുവാങ്ങി ജീവിതം ഒരു പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കവെയായിരുന്നു വെളിച്ചത്തിൻ്റെ ഒരു ചെറുതിരി നാളം പോലെ പുള്ളിയിലേക്ക് ഒരു വർക്ക് എത്തുന്നത്. അതും മറ്റൊന്നും അല്ല കേട്ടോ, കെട്ടിടം പണി തന്നെയാണ്. ഒരിടത്ത് പൊളിഞ്ഞു പോയെങ്കിലും ഇനി തന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് കരുതി ചടഞ്ഞുകൂടിയിരിക്കാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല. വീഴ്ചകളാണല്ലോ വീണ്ടും വീണ്ടും എഴുന്നേക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലനായിട്ട് ഉന്മേഷവാനായിട്ട് എഴുന്നേൽക്കുവാൻ തന്നെ പുള്ളി അങ്ങ് തീരുമാനിച്ചു. പണ്ടൊക്കെ മുതലാളിയുടെ പരിവേഷത്തിൽ പയ്യെ കാറിലൊക്കെ ചെന്ന് ചാരി നിന്നിരുന്നെങ്കിൽ അടുത്ത വീഴ്ചയിൽ നിന്ന് എഴുന്നേക്കാൻ നേരം പുള്ളി വിചാരിച്ചു, എനിക്കിനി മുതലാളിയുടെ പരിവേഷമൊന്നും വേണ്ട, തൊഴിലാളിയുടെ പരിവേഷം മതിയെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും പുള്ളിക്കാരൻ കൺട്രാക്ട് തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് ഹെൽപ്പറായിട്ട് ഞാനും കൂടാറുണ്ട്. എങ്കിലും ഇത് പുള്ളിയുടെ സ്വന്തം വർക്കാണ്. പുള്ളിക്കാരൻ ഇവിടെ കൺട്രാക്റ്റാണ്. പക്ഷേ കൺട്രാക്റ്റാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കാറിൽ ചാരി നിൽക്കാൻ നേരമില്ല. കാരണം എടുത്തിട്ടിരിക്കുന്ന വർക്ക് കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കി കൊടുക്കണമെന്നുള്ള ഉത്തരവാദിത്വ ബോധമുള്ള കൺട്രാക്റ്റാണ്. ഞാൻ കുറച്ച് പുകഴ്ത്തൽ കൂടുന്നുണ്ടോയെന്ന് എനിക്കൊരു സന്ദേഹം. ഈ കഥയിൽ നിന്ന് ഞാൻ ചെറുതായി ഒന്ന് സ്ലിപ്പ് ചെയ്യുമോയെന്നും എനിക്കൊരു ചെറിയ സന്ദേഹം. അപ്പം സംഗതി വേറൊന്നുമല്ല, നമ്മുടെ കഥാനായകൻ ഇപ്പോൾ ഈ ഷട്ടർ മുറുക്കുന്നതുമായിട്ടുള്ള കഥയിലേക്കാണ് ഞാൻ എത്താൻ പോകുന്നത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, കഥാനായകൻ പുകഞ്ഞ് തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുന്ന സമയത്താണ് പുതിയൊരു വർക്ക് കിട്ടിയതെന്ന്. ആ കിട്ടിയ വർക്ക് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങുകളെല്ലാം നിർവഹിച്ച് അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വർക്കെല്ലാം ഭംഗിയായി പൂർത്തീകരിച്ചതിന് ശേഷം ആ വർക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ബേസിൽ അടുത്ത ഒരു വർക്ക് നമ്മളെ തേടി എത്തിയതാണിത്. എന്നാൽ ഈ വർക്ക് നമുക്ക് കിട്ടുന്നതായ സമയത്ത് നമ്മുടെ അനേകം തേപ്പുകൾ, അതായത് കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമൊക്കെ ഒരുപാട് തേപ്പുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള നമ്മുടെ ഈ കഥാനായകനായിട്ടുള്ള ഈ സുരേഷിന്, അതായത് നാട്ടുകാർ വട്ടപ്പേരിട്ട് ചാത്തൻ എന്ന് വിളിക്കുന്ന നമ്മുടെ ഈ ചാത്തൻ സുരേഷിന് ചങ്കായിട്ടൊരു ചങ്ങാതി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ചങ്ങായിയാണ്
ഏറെക്കുറെ ഈ വർക്കിലേക്ക് എത്താനായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുൻപോട്ട് വന്നതെങ്കിലും അവസാനം ചങ്ങാതിയും ഇദ്ദേഹവും എല്ലാം കൂടെ ഏറ്റെടുത്ത് ഈ വർക്ക് ചെയ്യാമെന്നൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. അപ്പോൾ ചങ്ങാതി കൂട്ടുകാരനൊരു ഉറപ്പിച്ച ഒരു വാക്ക് കൊടുത്തിരുന്നു. കാരണം കൂട്ടുകാരനായിട്ടുള്ള നമ്മുടെ ഈ കഥാനായകൻ ഒരുപാട് പ്രവൃത്തി മേഖലകളിൽ ഇന്ന് തിരക്കിലാണ്. കാരണം പുള്ളിക്കാരൻ ഒരു കോൺട്രാക്ടർ, അതായത് ഒരു കൺസെഷൻ വർക്ക് എടുത്ത് ചെയ്യുന്ന മേശിരി ആണെങ്കിൽ കൂടിയും ഒരു കർഷകൻ കൂടിയാണ്. അതായത് വാഴക്കൃഷി, ചീനിക്കൃഷി, പോത്ത് വളർത്തൽ, പിന്നെ പോരാത്തതിന് ഓട്ടോറിക്ഷ ഡ്രൈവർ, അങ്ങനെ ഒരുപാട് പ്രവൃത്തി മേഖലകളിൽ ഇന്നും കയ്യൊപ്പ് ചാർത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായതിനാൽ സമയക്കുറവ് വളരെ നന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ചങ്ങാതിയായിട്ടുള്ള കൂട്ടുകാരൻ ഇദ്ദേഹത്തെ പറഞ്ഞങ്ങ് ധരിപ്പിച്ചു, സാരമില്ല അണ്ണൻ മറ്റുള്ള തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഉത്തരവാദിത്തമായിട്ട് നിന്ന് ഈ വർക്ക് അങ്ങ് ചെയ്യിപ്പിച്ചോളാം. ഇടയ്ക്കൊക്കെ അണ്ണനും വന്നൊന്ന് നോക്കുകയും കാണുകയൊക്കെ ചെയ്താൽ മതി, നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം, അണ്ണൻ പണിക്കാരെയൊക്കെ സെറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ്റെ വാക്കൊക്കെ വിശ്വസിച്ചു. പുള്ളിക്കാരൻ വർക്ക് ഏറ്റെടുത്തു, കോൺട്രാക്റ്റൊക്കെ ഒപ്പിടിപ്പിച്ചു, കരാറുകളെല്ലാം എഴുതി വർക്ക് തുടങ്ങി. അവിടെയാണ് നമ്മുടെ ഈ കഥാനായകൻ ഇന്ന് ഈ ഷട്ടർ മുറുക്കുന്നതിൻ്റെ ട്വിസ്റ്റ്. അതായത് നമ്മുടെ കൂട്ടുകാരൻ നൈസിനങ്ങ് തേച്ചു. പുള്ളിക്കാരൻ വർക്ക് തുടങ്ങി 2 ദിവസം പണിക്ക് വന്നു. 3ൻ്റെ അന്ന് ഉണ്ടടാ ദാണ്ട കിടക്കുന്നു ചട്ടിയും കലും. 3ൻ്റെ അന്ന് എന്തൊക്കെയോ കാരണത്താൽ എന്ന് വെച്ചാൽ വർക്ക് സംബന്ധമായിട്ട് തന്നെയുള്ള കാരണത്താൽ ഇവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചു. പുള്ളി സംസാരിച്ചത് മറ്റേയാൾക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇദ്ദേഹത്തിനും ഇഷ്ടപ്പെടാഞ്ഞതിൻ്റെ ബേസിൽ 2 പേരും തങ്ങളിൽ കെറിയിച്ച് അദ്ദേഹം പണി ഉപേക്ഷിച്ച് ഒറ്റപ്പോക്ക്. അതോടുകൂടി നമ്മുടെ കഥാനായകൻ പെട്ടു. ഈ പോയ സുഹൃത്തും വിചാരിച്ചു, എന്തായാലും കഥാനായകനെ ഞാൻ പെടുത്തി, കാരണം ഇനി ഇയാൾ ഈ വർക്ക് എങ്ങനെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കും. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നിങ്ങളോട്, തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു മനസ്സ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന്. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല, നേരെ ഷട്ടർ എടുത്തുകൊണ്ട് വന്നു. ഡയറക്റ്റ് ഒറ്റയ്ക്കൊരു ഷട്ടർ തന്നെത്താനെ അങ്ങ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കൂട്ടിന് മറ്റൊരു ചങ്ങായി കൂടി ഉണ്ട് കേട്ടോ പണിക്ക്. എങ്കിൽ പോലും അദ്ദേഹത്തെ കൂട്ട് വിളിക്കാണ്ട് ഒറ്റയ്ക്ക് തന്നെ ഷട്ടറുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇതിന് എന്നോടൊരു മറുപടി പറഞ്ഞു കേട്ടോ. വളരെ അധികം രസമായിട്ടും ചിരിയായിട്ടും എനിക്ക് തോന്നിയെങ്കിലും എനിക്കതിൽ പല കഴമ്പുകളും ഉള്ളതായിട്ട് തോന്നി. സംഭവം വേറെയൊന്നും അല്ല. എന്നോട് നൈസിന് പറഞ്ഞു, കൊച്ചേ ഞാൻ എന്തുകൊണ്ടാണ് മുടിവെട്ടുകട ഇടാത്തതെന്ന് നിനക്കറിയാമോ? അപ്പം ഞാൻ വിചാരിച്ചു അത് അണ്ണൻ്റെ പ്രവൃത്തി മേഖലയല്ലായിരിക്കാം, അല്ലെങ്കിൽ അണ്ണനത് ഇഷ്ടമല്ലായിരിക്കാം, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന തൊഴിലല്ലല്ലോ, അതൊക്കെ കുലത്തൊഴിലല്ലേ. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അത് കുലത്തൊഴിലൊന്നുമല്ല, അതാർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന തൊഴിലാണ്. പോരാത്തതിന് അങ്ങനെ അതേ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷേ അവരെല്ലാവരും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു കടയെടുത്ത് സെറ്റ് ചെയ്ത് ഫർണിഷിംഗ് ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി, ജോലിക്കാരെ വെച്ച് നമുക്ക് ആ ജോലി ചെയ്യിക്കാമെന്ന്. പക്ഷേ അന്നൊന്നും ഞാൻ ആ ജോലി ചെയ്യാനോ ആ വർക്ക് കടയെടുക്കാനോ ആ ഒരു മേഖലയിൽ കൈവയ്ക്കാനോ ഞാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കറിയാമോ? സ്വാഭാവികം, എനിക്കറിയില്ല. ഞാനത് പറഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു, ആ ഒരു മേഖലയിൽ ജോലിക്കാരനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യവശാൽ ഈ ജോലിക്ക് നിൽക്കുന്ന ആൾ ഞാനുമായിട്ട് എന്തെങ്കിലും ഒരു ശാശി ഉണ്ടായി ഏതെങ്കിലും ഒരു വ്യക്തിയെ പിടിച്ചിരുത്തി സോപ്പൊക്കെ ഇടിപ്പിച്ച് ദീശ ഷേവ് ചെയ്യാൻ ഇരുത്തിയേക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ കളഞ്ഞേച്ചു പോയാലേ എനിക്കതിൻ്റെ ബാക്കി ചെയ്യാൻ അറിയില്ല കൊച്ചേ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പണി ചെയ്യാത്തതെന്ന്. അതായത് എന്നെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല, കാരണം എനിക്കറിയാവുന്ന മേഖലകളിൽ മാത്രമേ ഞാൻ കൈവെക്കൂ. അതുകൊണ്ട് ഒരുത്തം പോയാലും ഞാൻ എൻ്റെ പണി ചെയ്ത് തീർക്കും എന്നാണ് പുള്ളി നൈസായിട്ട് എന്നോട് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ കഥാനായകൻ്റെ ആത്മധൈര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വർക്ക് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ആ വർക്ക് എടുക്കുക. അതിനുശേഷം ജോലിക്കാരെയും കൂടെ വെച്ച് ചെയ്യിക്കുന്നെങ്കിൽ നമുക്ക് ചെയ്യാം. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഈ കഥാനായകൻ്റെ ആത്മവിശ്വാസത്തെയും ഡെഡിക്കേഷനെയും ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്.
നമ്മളൊരാളിനെ എത്ര തന്നെ വിശ്വസിച്ചാലും സ്നേഹിച്ചാലും നമ്മുടെ കൂടെ എങ്ങനെ കൊണ്ടു നടന്നാലും ആ ആളിന് അതേപോലുള്ള സ്നേഹം നമ്മളോടുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കാനേ പാടില്ല. കാരണം ഈ നന്ദിയും കടപ്പാടും കൂറും എന്നൊന്നും പറയുന്നത് ഈ മനുഷ്യനിൽ ഇന്നിപ്പോൾ ഇല്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ വളർത്തുന്ന വളർത്തുമൃഗങ്ങളിൽ മാത്രമേ ഞങ്ങളിപ്പോൾ സാധാരണയായിട്ട് കാണാറുള്ളൂ. കാരണം ആ ഒരു സംഗതികളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ അണ്ണൻ്റെ ചങ്ക് ബ്രോ ഈ ഒരു പണിയിൽ നിന്ന് ഇങ്ങനൊരു ഉഴപ്പത്തരം കാണിച്ച് പോവില്ലായിരുന്നു. അഥവാ എന്തെങ്കിലും പണി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ചാലും പുള്ളിക്കാരൻ അത് പറഞ്ഞ് മനസ്സിലാക്കി, അല്ലേ അത് അങ്ങനെയല്ല ഇങ്ങനായിരുന്നു എന്നെങ്കിലും പറയാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ഇത് ഇട്ടെറിഞ്ഞൊരു പോക്ക് പോയി. അപ്പം നാളിതുവരെയും കഴിഞ്ഞ ഒരുപാട് നാളുകളിലും ഇവർ തങ്ങളിൽ ഇങ്ങനെ ഒരു കെറിയിച്ച് പിണങ്ങിയൊരു പോക്കൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അതിൻ്റെ ഒരു മധ്യസ്ഥക്കാരി ഇടനിലക്കാരും ഒക്കെ ആയിട്ട് നിന്ന് ഞാൻ ഒരുപാട് തവണ ഈ ഒരു പ്രശ്നം പറഞ്ഞ് പരിഹരിച്ചു വീണ്ടും ഇവരെ തങ്ങളിൽ താൻ സെറ്റ് ചെയ്ത് യോജിപ്പിച്ച് കൊണ്ടുപോകാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യത്തെ ഈ ഒരു പിണങ്ങിപ്പോക്ക് എന്നെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തു. കാരണം മറ്റൊന്നുമല്ല കേട്ടോ, നമ്മൾ ഈ വർക്ക് ഏറ്റെടുത്തെങ്കിലും ഇപ്പം നിങ്ങൾ ഈ പടത്തിൽ കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് പൊഴിഞ്ഞ മണ്ണാണ്, അതായത് എടുത്തിട്ട മണ്ണാണ്, ഉറപ്പുള്ള മണ്ണല്ല. ഇവിടെയാണ് ഈ കുഴി തോണ്ടി ഈ ഫില്ലർ സെറ്റ് ചെയ്യാനായിട്ട് ഇട്ടത്. അപ്പോൾ ഇപ്പോൾ നല്ല മഴക്കാലവുമാണ്. ഈ മഴ പെയ്യുന്നതനുസരിച്ച് ഈ കുഴിയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ ഷട്ടർ സെറ്റ് ചെയ്ത് ഇവിടെ ഈ ഫില്ലർ ആക്കിയെങ്കിൽ മാത്രമേ വളരെ അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ വർക്ക് നമുക്ക് പൂർത്തിയാക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും നമ്മളെ ഒരു നൈസിന് തേച്ച് തന്നതാണ് പുള്ളിയുടെ ചങ്ക് ഫ്രണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആപത്തിന് ഉപകരിക്കാത്ത ആൾക്കാരുമായിട്ടുള്ള ചങ്ങാത്തം അത്ര നന്നല്ല സാറേ. അതുകൊണ്ട് ഈ ഫീൽഡിൽ നിന്ന് ആ ആളിന് ഡിക്കണേറ്റീവ് പാറം കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടേരെ. ഇനി നമുക്ക് ഇങ്ങനൊരു സൗഹൃദം വേണ്ട. കാരണം ഏത് സുഹൃത്തുക്കളായാലും ആപത്തിന് സമയത്ത് ഉപകരിക്കണം. അതായത് ഇപ്പോൾ നമുക്കുള്ളത് ഒരു അത്യാവശ്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഒരു രീതിയിലുള്ള തേപ്പ് നമുക്ക് തന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു കേട്ടോ, ഇനി ഈ ഒരാളിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ വക്കാലത്ത് പറയാൻ ചെല്ലൂല. അപ്പം നമ്മുടെ ഈ കഥാനായകനെ കണ്ടല്ലോ, അപ്പം നമ്മുടെ കഥാനായകനെ അങ്ങനെ ഒത്തോണമൊന്നും ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. ഈ ഒരു സത്യം നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കിയ സമയത്താണ് ഇങ്ങേർക്ക് അവരെല്ലാവരും കൂടെ ചേർന്ന് നല്ല ഓമനത്തുള്ള പേരങ്ങ് സമ്മാനിച്ചത്. പേര് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ചാത്തൻ. ആദ്യമൊക്കെ ഇങ്ങേർക്ക് ചാത്തൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ചെറിയൊരു എതിർപ്പും അനിഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തോന്നടേ ചാത്തന്ന്. പിന്നീട് ചാത്തൻ ആരാണെന്നുള്ളൊരു ബോധ്യം അങ്ങേർക്ക് തന്നെ ഉണ്ടായ നിമിഷത്തിൽ അങ്ങേര് തന്നെ സ്വമേധയെ ആ പേരിനെ ഓർത്തങ്ങോട്ട് അഭിമാന പുളകിതനായി. ഇന്ന് അങ്ങേർക്ക് എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം പേര് ചാത്തൻ എന്നാണ്. ആട്ടോ ഉണ്ടെങ്കിൽ അത് ചാത്തൻ, ചാനലുണ്ടെങ്കിൽ അത് ചാത്തൻ, പിന്നെന്താണ് പറയേണ്ടുന്നത്, കൺസെഷൻ വർക്കിൻ്റെ പേര് അതും ചാത്തൻ കൺസെഷൻസ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞൻ ചാത്തനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാത്തനെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ, നമ്മൾ പുള്ളിനെ ആത്മാർത്ഥമായിട്ട് അങ്ങ് സ്നേഹിക്കാന്നുണ്ടെങ്കിലുണ്ടല്ലോ കട്ടയ്ക്ക് നമ്മുടെ കൂടെ അങ്ങ് നിന്നോളും എന്തോത്തിനും. അപ്പോൾ ഇതാണ് എൻ്റെ ചാത്തൻ. അപ്പോൾ ഈ കഥ പറഞ്ഞു തീരുന്നതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. അപ്പം ഈ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വർക്കുകൾ, കൺസെഷൻ പരമായിട്ടുള്ള ഏതെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാത്തൻസ് ഡേ വ്ലോഗിലെ ചാത്തൻ കൺസെഷന് നൽകാൻ ആരും മടിച്ചു നിൽക്കരുത്. അതിനി പട്ടിക്കൂടായിക്കൊള്ളട്ടെ അഥവാ പട്ടണത്തിലെ കൊട്ടാരമായിക്കൊള്ളട്ടെ, എന്ത് തന്നെ വർക്കുകളായാലും നമ്മൾ കൃത്യതയോടും ഉത്തരവാദിത്വത്തോടും കൂടി ഏറ്റെടുത്ത് വൃത്തിയായും ഭംഗിയായും നിറവേറ്റി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് 100% നമ്മളെ വിശ്വസിച്ചേൽപ്പിക്കാം.